കർത്താവിൻ്റെ പാതയൊരുക്കുവീൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്കാവിത്. ഏവർക്കും നമസ്കാരം. എൻ്റെ ചെറുപ്പം മുതൽ എന്നെ ഏറ്റവും അധികം ആകർഷിച്ച വ്യക്തിത്വം സ്നാപക യോഹന്നാൻ്റേതാണ്. ഏതാണ്ട് ഒരു 20 വയസ്സാകുന്നത് വരെ യേശുവിനേക്കാൾ എൻ്റെ ശ്രദ്ധയും ആരാധനയും പിടിച്ചു പറ്റിയത് സ്നാപക യോഹന്നാനാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം, അന്ന് എൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ സ്നാപക യോഹന്നാനിൽ ഒരു വലിയ നാടകീയതയുണ്ടായിരുന്നു എന്നതാണ്. ആ നാടകീയത നാം ഇപ്പോൾ കാണുന്ന നാടകീയതയല്ല. ഇപ്പോഴുള്ള നാടകീയത ഒരു അഭിനയം മാത്രമാണ്. സ്നാപക യോഹന്നാൻ്റെ നാടകീയത എന്താണ് പറയുന്നത്, ഹീറോയിസം, ധാർമ്മികവും ആധ്യാത്മികവുമായ വീര്യം, തലയുയർപ്പ്, ധൈര്യം, സമാനതയില്ലാത്ത ആ ഒരു വ്യക്തിത്വം വളരെ സ്പഷ്ടമായി വെളിച്ചത്തിൻ്റെ വരകൾ ഉപയോഗിച്ച് ആരുടെയെങ്കിലും പടം വരച്ചാൽ അത് സ്നാപക യോഹന്നാനായിരിക്കും. അന്നൊക്കെ കണ്ട ചെറിയ നാടകങ്ങൾ ഇപ്പോഴും എൻ്റെ മനസ്സിലോർമ്മ വരികയാണ്. അവിടെ അന്തിപ്പാസ് രാജാവിരിക്കുന്നു. ഇവിടെ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് സ്നാപക യോഹന്നാനെ രാജസന്നിധിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ രാജാവിൻ്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് വെള്ളിക്കുപ്പായം ഉടുത്ത് മരിക്കാതിരിക്കുന്ന അന്തിപ്പാസ് രാജാവേ എന്നൊക്കെയാണ് അന്നത്തെ നാടകവേദിയിൽ ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ സ്നാപക യോഹന്നാനെ എന്തുകൊണ്ടാണ് യേശു തന്നെ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരാരും സ്നാപക യോഹന്നാനേക്കാൾ വലിയവനല്ല, എന്നാൽ സ്വർഗരാജ്യത്തിൻ്റെ അംഗങ്ങൾ അവനേക്കാൾ വലുതാണ് എന്ന് യേശു പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് ആ പരാമർശം കാണാവുന്നതാണ്. സ്നാപക യോഹന്നാനും നമുക്കിപ്പോൾ പരിചയമുള്ളതെല്ലാം വാട്സാപ്പ് യോഹന്നാന്മാരാണ്. വാട്സാപ്പ് യോഹന്നാന്മാർ, അതായത് ഇപ്പോഴത്തെ മത മാർക്കറ്റിൽ വിജയിക്കണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ അത്ഭുത രോഗശാന്തി വിദഗ്ധരായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ മറുഭാഷ പറയുന്നവരായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ പ്രവാചകന്മാരായിരിക്കണം. കഴിയുമെങ്കിൽ ഇത് മൂന്നും അഭിനയിക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടായിരിക്കണം. അപ്പോൾ ഈ വാട്സാപ്പ് പ്രവാചകർ എന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ്, ഏതെങ്കിലും ഒരു ഉദാഹരണം നിങ്ങൾ മനസ്സിൽ കണ്ടാൽ മതി. അദ്ദേഹം സ്റ്റേജിൽ നിന്ന് വിളിച്ചു പറയും, അവിടെ ഇന്ന തൂണിൻ്റെ അടുത്ത് ഒരു തോമസ് കുട്ടിയിരിപ്പുണ്ട്, അവൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒരു എന്താണ് പറയുന്നത് ചെന്തെങ്ങ് നിൽപ്പുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് തോമസ് ഇളകും. നേരത്തെ കണ്ടുപിടിച്ച് അതിനുള്ള ആളുകളെ നിയമിച്ച് അവർ വാട്സാപ്പ് മുഖാന്തരം ഇദ്ദേഹത്തോട് പറയുന്നതാണ്. അപ്പോൾ തോമസിന് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അത് തോമസിൻ്റെ അടുത്ത് ഇദ്ദേഹത്തിൻ്റെ ഏജൻറ്റ് വന്നിരുന്ന് കണ്ടുപിടിച്ച് വാട്സാപ്പിൽ കൂടെ പ്രവാചകൻ അയച്ചു കൊടുത്താണ്. അപ്പോൾ വാട്സാപ്പിൽ കൂടെ മാത്രം അറിയുകയും വായനയൊക്കെ ചെയ്ത പ്രവാചകനെയാണ് ഞാൻ ഈ വാട്സാപ്പ് പ്രവാചകൻ എന്ന് പറയുന്നത്. പോട്ടെ, അങ്ങനെയുള്ള വൈകൃതങ്ങളെ പറ്റിയല്ല. അവയെ യഥാർത്ഥത്തിൽ മനസ്സിലാകണമെങ്കിൽ സ്നാപക യോഹന്നാൻ എന്ന് പറയുന്ന കത്തിച്ചൊലിക്കുന്ന ആ ഒരു പ്രവാചക വ്യക്തിത്വത്തെ മനസ്സിൽ കണ്ടാൽ ഇങ്ങനെയുള്ള കള്ളനാണയങ്ങളെ തിരിച്ചറിയുകയും അതിൽ നിന്ന് നമ്മെ തമ്മിൽ സംരക്ഷിക്കാനും സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതല്ല എൻ്റെ പ്രധാനപ്പെട്ട ആശയം. സ്നാപക യോഹന്നാനെ നാം ഇപ്രകാരമാണ് ധരിച്ചിരിക്കുന്നത്. സ്നാപക യോഹന്നാനെ പറ്റി ഏതെങ്കിലും സഭ താല്പര്യത്തോടെ പരാമർശിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അപ്പോൾ കേരളത്തിൽ തോമസ് ലീഹയെപ്പറ്റി വലിയ അഭിമാനത്തോടെ പറയും. കത്തോലിക്കരാണെങ്കിൽ സെൻറ്റ് പീറ്ററിനെ പറ്റി പറയും, പത്രോസിനെ പറ്റി പറയും. എന്നാൽ സ്നാപക യോഹന്നാനെ പറ്റി ആരും ഒരക്ഷരം മിണ്ടുന്നില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നത് ഒരു പക്ഷേ പലപ്പോഴും ചിന്തിക്കാൻ സാധ്യതയില്ല. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത ഒന്ന് ആരംഭിക്കുന്നത് നല്ലതാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. മാത്രവുമല്ല, അതിന് വളരെ സമകാലീന പ്രസക്തിയുണ്ട്. അത് നിങ്ങൾ ഈ വീഡിയോ കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാകും. അപ്പോൾ സ്നാപക യോഹന്നാൻ അവൻ ആയിരുന്നു എന്നതിനെപ്പറ്റി വ്യക്തതയുണ്ടായിരുന്നു.
സ്നാപക യോഹന്നാനെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ ഏറ്റവും ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത് സ്നാപകനിൽ ഉണ്ടായിരുന്നതും നമ്മളിൽ ഒട്ടുമില്ലാത്തതുമായ ഒരു കാര്യം, താൻ ആരായിരുന്നുവെന്നും താൻ എന്തിനു വേണ്ടി വന്നുവെന്നും വളരെ വ്യക്തമായ ധാരണ അദ്ദേഹത്തിനുണ്ടായിരുന്നു. താൻ വന്നത് കർത്താവിൻ്റെ പാത നിരപ്പാക്കുന്നതിന് വേണ്ടിയാണ്. താൻ ആരാണ്? താൻ ഒന്നുമല്ല, ഒരു സ്വരം മാത്രമാണ്. പക്ഷേ ഇത് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്കാണ്. അപ്പം ആ ഒരു ഭാഗമാണ് നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് ഈ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്ക്? ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത്, മനുഷ്യർ ഈ ഭൂമിയുടെ പരപ്പിൽ വസിക്കുന്നത്, അത് ഇന്ത്യയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും കോങ്കോയിലാണെങ്കിലും എന്താണ് പറയുന്നത്, അപ്പർ വോൾട്ടേറിലാണെങ്കിലും അപ്പർ ബ്രഹ്മയിലാണെങ്കിലും എവിടെയാണെങ്കിലും മനുഷ്യൻ വസിക്കുന്നത് മണലാരണ്യത്തിലാണ്. എന്ന് പറഞ്ഞാൽ സാർവലൗകികമായ മനുഷ്യൻ്റെ അവസ്ഥ മണലാരണ്യത്തിൽ വസിക്കുന്നതിന് തുല്യമാണ്. നാം ഏതെല്ലാം ഉദ്യാനമുണ്ടാക്കിയാലും, ഏതെല്ലാം സംസ്കാരം കെട്ടിപ്പടുത്താലും, എന്തെല്ലാം ഭൗതികമായ നേട്ടങ്ങൾ പ്രാപിച്ചാലും അവസാനം എല്ലാം കണക്കൂട്ടി നോക്കുമ്പോൾ എല്ലാം കണക്കാണ്. മരുഭൂമിയിലെ വാസികളാണ് നാം എല്ലാവരും. ഇത് പലപ്പോഴും ആളുകൾ തിരിച്ചറിയാൻ കൂട്ടാക്കുന്നില്ല. പക്ഷേ കുറഞ്ഞ പക്ഷം ഒരു സമയത്തെങ്കിലും എല്ലാവരും തിരിച്ചറിയും. കഷ്ടകാലമെന്ന് പറയട്ടെ, സങ്കടമെന്ന് പറയട്ടെ, അത് മരണത്തോട് അടുക്കുമ്പോൾ മാത്രമാണ്. ഞാൻ ജീവിച്ചത് മണലാരണ്യത്തിലായിരുന്നു. ഞാൻ ഓടിയതെല്ലാം അതിൻ്റെ കൊച്ചു കൊച്ചു നേട്ടങ്ങൾക്ക് വേണ്ടിയാണ്. ഇക്കാലം അത്രയും എൻ്റെ ജീവിതം ദാഹം കൊണ്ട് വരണ്ട് നശിക്കുകയായിരുന്നു എന്നത് തിരിച്ചറിഞ്ഞ് വരുമ്പോഴേക്കും കണ്ണടഞ്ഞിരിക്കും. ഇത് ഏകദേശം ഒരു ചരിത്ര സത്യമായി മനസ്സിലാക്കിയ ജർമ്മൻ ചിന്തകനായിരുന്ന ഹെയ്ഗൽ പറഞ്ഞത്, മനുഷ്യർ മൂങ്ങകളെ പോലെയാണ്. ഹ്യൂമൻ ബീയിങ്സ് ആർ ലൈക്ക് ഔൾസ്. അതിന് കണ്ണു തുറക്കണമെങ്കിൽ രാത്രിയാകണം. ദേ ഓപ്പൺ ദെയർ ഐസ് ഓൺലി ആഫ്റ്റർ ദ സൺ ഗോസ് ഡൗൺ. ഇത് വളരെ ദുഃഖകരമായ യാഥാർത്ഥ്യമാണ്. അത് ഈ മണലാരണ്യത്തിൻ്റെ ദുഃഖമാണ്. ദിസ് ഈസ് ദ സോറോ ഓഫ് ദ വിൽഡർനെസ്. ഈ മരുഭൂമിയിൽ വസിക്കുന്ന എല്ലാ മനുഷ്യരും പേര് നടക്കുന്ന ദുഃഖമാണിത്. കണ്ണടയുന്നതിന് മുൻപ് എൻ്റെ അവസ്ഥ തിരിച്ചറിയാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നുള്ളത്. ഞാൻ മണലാരണ്യത്തിലാണ് വസിച്ചിരുന്നത്, എൻ്റെ ജീവിതം ഒരു മണലാരണ്യമാണ് എന്ന് തിരിച്ചറിയാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് തിരിച്ചറിഞ്ഞ് വരുമ്പോഴേക്കും മണലാരണ്യം അവരെ വിഴുങ്ങിക്കളയും. ഇത് മനുഷ്യ ജീവിതത്തിൻ്റെ സാർവലൗകികമായ ഒരു ശോകമാണ്, ദുഃഖമാണ്, വേദനയാണ്. ഇത് നാം മനസ്സിലാക്കുക. ഇത് ആത്മീയതയുടെ ആദ്യപടി തന്നെയാണ്. അങ്ങനെ ഒരു തിരിച്ചറിവുണ്ടെങ്കിൽ മാത്രമേ യേശു നിർവഹിപ്പാനായി വന്ന ദൗത്യത്തിൻ്റെ നേരെ, അത് ദൗത്യത്തോട് അല്പമെങ്കിലും തുറന്ന മനസ്സോടെ നമുക്ക് പ്രതികരിക്കാൻ സാധ്യമാകുകയുള്ളൂ. ക്രിസ്ത്യാനിക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന വലിയ പ്രശ്നം, അവൻ്റെ ജീവിതം മണലാരണ്യമാണ് എന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ വണ്ണം അവൻ്റെ കണ്ണ് അടച്ചു കളയുവാൻ അവനെ സഹായിക്കുന്ന, വളരെയധികം സഹായിക്കുന്ന ഒരു ഉപാധി അവനുണ്ട്. അതിൻ്റെ പേരാണ് സഭ എന്നുള്ളത്. ഒരു വ്യക്തിയുടെ യഥാർത്ഥത്തിലുള്ള ആത്മീക അവസ്ഥ അത് മണലാരണ്യ അവസ്ഥയ്ക്ക് തുല്യമാണ് എന്ന യാഥാർത്ഥ്യം ബഹുഭൂരിപക്ഷം ആളുകളും തിരിച്ചറിയാത്തതിൻ്റെ കാര്യം, അവരവരുടെ സഭകളെ അഭയം പ്രാപിക്കുകയും അതിൽ കൂടെ ഒരു കാൽപ്പനിക ലോകത്തിൻ്റെ ഒരു ഒരു ഔദാര്യമെന്ന നിലയിൽ അടിസ്ഥാനരഹിതമായ ഒരു സുരക്ഷിതത്വം, ആത്മീയ സുരക്ഷിതത്വം അവർ ദൗർഭാഗ്യവരാൽ പ്രാപിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവരുടെ അവസ്ഥയുടെ സത്യസന്ധത തിരിച്ചറിയുവാൻ അവർക്ക് കഴിയാതെ പോകുന്നു. ഒരുത്തൻ്റെ സഭയുടെ അംഗമായി കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പോകുമെന്നുള്ള ഒരു ധാരണ
അതേറ്റവും അപകടകരമായ ഒരു ധാരണയാണ്. നിൻ്റെ ജീവിതം മണലാരണ്യമാണ്, സംശയിക്കേണ്ട. ആ മണലാരണ്യത്തെ ഉദ്യാനമാക്കാൻ നിന്നെ സഹായിക്കുന്ന ഒരു സഭയും ഈ ഭൂമിയുടെ പരപ്പില്ല, ഒരു മതവുമില്ല. അത് നീയും നിൻ്റെ സൃഷ്ടാവുമായുള്ള കൂട്ടാളിത്വത്തിൽ, പങ്കാളിത്വത്തിൽ നീ നേടിയെടുക്കേണ്ട ഒരു ലക്ഷ്യമാണ്. നിൻ്റെ മണലാരണ്യത്തെ ഒരു പൂന്തോട്ടമാക്കി മാറ്റുവാൻ സാധിക്കും. പക്ഷേ ആ ലക്ഷ്യം പ്രാപിക്കണമെങ്കിൽ ദൈവത്തോടുള്ള പങ്കാളിത്തത്തിൽ നീ അധ്വാനിക്കണം, നീ വളരണം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ദൈവരാജ്യം നിൻ്റെ ഉള്ളിലാണ്, നിൻ്റെ ഉള്ളിലാണ്, അല്ലെങ്കിൽ മണലാരണ്യം നിൻ്റെ ഉള്ളിലാണ്. ഈ ഒരു യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒളിച്ചോടുവാൻ നിനക്കിടമില്ല. അതുണ്ട് എന്നാരെങ്കിലും പറഞ്ഞ് നിന്നെ ധരിപ്പിച്ചാൽ നിന്നെ കളിപ്പിക്കാനാണ്. നിൻ്റെ ആ പ്രതിസന്ധിയുടെ അവസ്ഥയിൽ, അന്ത്യ നിമിഷത്തിൽ സത്യം നിന്നെ തുറച്ചു നോക്കുമ്പോൾ നിൻ്റെ അടുത്ത് ഒരു തുള്ളി വെള്ളം തരുവാൻ ഇവരാരും ഉണ്ടാകുകയില്ല. അനേകം ആളുകളുടെ അവസ്ഥ കണ്ട ശേഷമാണ് ഞാനീ പറയുന്നത്. കാരണം നിനക്ക് പ്രയോജനമായി ആശ്വാസമായി നൽകുവാൻ അവരുടെ കയ്യിലൊന്നുമില്ല എന്നതുകൊണ്ടാണ്. അവരെ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമല്ല, ഇതവരുടെ ദൗത്യവുമല്ല. ഒരു സംഘടനയിൽ നീ അംഗമായിരുന്നു, അതിൻ്റേതായ അല്പം ചില അപ്പകഷ്ണങ്ങൾ നീ നുണഞ്ഞു. പക്ഷേ നിൻ്റെ മാനുഷികമായ അവസ്ഥയുടെ അന്തിമമായ ലക്ഷ്യങ്ങളുമായി ഇതിന് യാതൊരു ബന്ധവുമില്ലായിരുന്നു. അത് തിരിച്ചറിയുന്നതിൽ നീ പരാജയപ്പെട്ടു. അവസരമില്ലാഞ്ഞിട്ടല്ല, നീ അടിമയായതുകൊണ്ട്. നാനാമുഖമായ അടിമത്വത്തെ നിൻ്റെ വലിയ നേട്ടമായി നീ തെറ്റിദ്ധരിച്ചതുകൊണ്ട്. അപ്പോൾ സ്നാപക-യോഹന്നാൻ ഒരു വലിയ ദൗത്യവുമായി ദൈവനിയോഗത്തിൽ ഒരു ശുശ്രൂഷ നടത്തുകയാണ്. അധികം നാൾ നീണ്ടു നിന്നില്ല നമുക്കറിയാം. കഷ്ടിച്ച ഒരു വർഷം പോലും തികച്ചില്ല. അപ്പോഴേക്കും തല പോയി കഴിഞ്ഞിരുന്നു. കാരണം എന്താണ്? മറ്റൊന്നുമല്ല, നിങ്ങളുടെ അവസ്ഥ എന്ത് എന്ന് സത്യസന്ധമായി നിങ്ങളെ അറിയിക്കുന്നവനെ നിങ്ങൾ തന്നെ കൊന്നുകളയും. അതുകൊണ്ടാണ് യേശു കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, യെരൂശലേമേ, പ്രവാചകന്മാരെ കല്ലെറിഞ്ഞ് കൊല്ലുന്നൊരു ചരിത്രം നിനക്കുണ്ട്. അതിൻ്റെ സ്വഭാവമാണ്. ഈ ലോകം മുഴുവനും യെരൂശലേമാണ് ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ. അപ്പോൾ സ്നാപക-യോഹന്നാൻ അവൻ്റെ വ്യക്തിത്വം, അവൻ്റെ പ്രസ്താവനകൾ, അവൻ്റെ ദൗത്യം ധീരതയോടുകൂടി നിർവഹിച്ച സമാനതയില്ലാത്ത ആ ദൗത്യം, അതിൻ്റെ ഉള്ളടക്കം ഇത്ര മാത്രമാണ്. നിങ്ങളായിരിക്കുന്ന അവസ്ഥയുടെ പട്ടിണിയും ദാഹവും അരിഷ്ടതയും നിങ്ങൾ തിരിച്ചറിയൂ. നിങ്ങൾ മണലാരണ്യത്തിലാണ് എന്ന് മാത്രമല്ല, നിങ്ങൾ മണലാരണ്യമാണ്. അതുകൊണ്ട് മണലാരണ്യത്തിലെ ശബ്ദമെന്ന് പറയുന്നത് മണലാരണ്യത്തിൻ്റെ ശബ്ദമല്ല. ഇറ്റ്സ് നോട്ട് ദ വോയിസ് ഓഫ് ദ വിൽഡർനെസ്, ഇറ്റ്സ് എ വോയിസ് ഇൻ ദ വിൽഡർനെസ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ മണലാരണ്യത്തിന് അതിൻ്റേതായ സ്വരവും ശബ്ദവുമുണ്ട്. അതിൻ്റേതായ അനവധി സ്വരങ്ങളും ശബ്ദങ്ങളുമുണ്ട്. അതിൻ്റേതായ കൺവെൻഷനും മൈക്കും മൈതാനവുമുണ്ട്. അതിൻ്റേതായ പദ്ധതികളും പ്രവർത്തന രീതികളും ലക്ഷ്യങ്ങളുമുണ്ട്. അതിൻ്റേതായ മന്ത്രവും മന്ത്രവാദികളുമുണ്ട്. മാജിക് ഷോയുമുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായ വേറൊരു സ്വരം, അത് സ്വരത്തിൻ്റെ സൗണ്ട് ക്വാളിറ്റി അല്ല ഈ പറയുന്നത്, ആശയം, ദർശനം. നിങ്ങളായിരിക്കുന്ന അവസ്ഥ ഇന്നതാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണമെന്ന് നിങ്ങളെ പ്രേരിപ്പിക്കുന്ന, മൂർച്ചയേറിയ ഭാഷയിൽ തന്നെ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു സ്വരം ആവശ്യമാണ്. പക്ഷേ ആ സ്വരം കേൾക്കുമ്പോൾ നിങ്ങൾ പല്ല് കടിക്കും. കാരണം നിങ്ങൾ അത്രമാത്രം നിങ്ങളുടെ അടിമത്തത്തോട് പ്രേമം പുലർത്തുന്നവരാണ്. പണ്ട് അടിമകളെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അമേരിക്കയിലെ പറ്റി ഒക്കെ പറയുമ്പോൾ അടിമകൾക്ക് ചങ്ങലയുണ്ട്. അപ്പോൾ ചങ്ങല തേഞ്ഞു പോയാൽ അടിമ ചെന്ന യജമാനോട് പറയുക, യജമാനെ, അടിയൻ്റെ ചങ്ങല പൊട്ടാറായി, ഒരു പുതിയ ചങ്ങല തീർത്തു തരാൻ കനിവുണ്ടാകണമേ എന്നപേക്ഷിക്കും. കാരണം അടിമത്തം അത്രമാത്രം ആത്മാവിൽ തുളച്ച് കയറിപ്പോയി. അതുകൊണ്ടാണ് കാൾ മാർക്സ് പറയുന്നു, ഇപ്പോൾ പണ്ടത്തെ ഇരുമ്പ് ചങ്ങലയുടെ ആവശ്യമൊന്നുമില്ല. ഇപ്പോഴത്തെ അടിമത്വത്തിന് അദൃശ്യമായ ചങ്ങലകൾ അനവധിയാണ്.
അത് അദൃശ്യമായ ചങ്ങലയേക്കാൾ പൊട്ടിക്കാൻ പ്രയാസമാണ്. ഞാൻ അതിനോട് 100% യോജിക്കുകയാണ്. അദൃശ്യമായ ഈ ചങ്ങലകൾ ആത്മാവിൽ പേറിക്കൊണ്ട് ഈ മണലാരണ്യത്തെ പറുദീസയെ തെറ്റിദ്ധരിച്ച് കഴിയുന്ന ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികളെ ഓർത്ത് കണ്ണുനീർ വാർക്കുന്നവനാണ് ഞാൻ. അതുകൊണ്ടാണ് ഈ ചിന്തകൾ എൻ്റെ മനസ്സിൽ എപ്പോഴും തള്ളിക്കയറി വരുന്നത്. ഇനി ഒരു ചിന്ത മാത്രം. എന്താണ് ഈ മണലാരണ്യം? നമുക്കറിയാം, നാം ഈ മണലാരണ്യത്തെ ഒരു പര്യായമായി കാണുന്നത്, അല്ലെങ്കിൽ പ്രതീപമായി, ബിംബമായി കാണുന്നത് ദാഹം എന്ന ആശയത്തിലാണ്. ദാഹം, മനുഷ്യരുടെ ഉള്ളിലൊരു ദാഹമുണ്ട്. നിങ്ങൾ അല്പസമയം കണ്ണ് ഒന്നടച്ച് നിങ്ങളുടെ അവസ്ഥയെ ഒന്ന് പരിഗണിക്കൂ. നിങ്ങളുടെ ഉള്ളിലുള്ള ദാഹത്തെ നിങ്ങൾ തിരിച്ചറിയൂ. ലോകത്തിൽ ആരോടും നിങ്ങൾക്ക് പറയുവാൻ ധൈര്യമില്ലാതെ നിങ്ങൾ ഒളിച്ചു വച്ചിരിക്കുന്ന നിങ്ങളുടേതായ ദാഹം, ഒരിക്കലും ശമിക്കപ്പെടാത്ത നിങ്ങളുടെ ദാഹം, ആ ഒരു സംഭവമാണ് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ മരുഭൂമിയിൽ വസിക്കുന്നൊരു സ്ത്രീയുടെ കഥയാണത്. അവളുടെ ദാഹം അവൾക്ക് തന്നെ അറിയാൻ വയ്യായിരുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക. അവളുടെ ദാഹം എന്ത് എന്ന് തിരിച്ചറിയുവാൻ അവൾക്ക് സഹായം ആവശ്യമായിരുന്നു. അങ്ങനെ സഹായിച്ചവനെ അവൾ തിരിച്ചറിഞ്ഞു. നീ ഒരു പ്രവാചകനെന്ന് ഞാൻ അറിയുന്നു. 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളത് ഭർത്താവല്ല എന്ന സത്യം അവളുടെ നേരെ നോക്കി സ്നേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞപ്പോൾ അവളുടെ മനസ്സിൽ വെളിച്ചമുദിച്ചു. അവൾ പറഞ്ഞു, നീ ഒരു പ്രവാചകനെന്ന് ഞാൻ തിരിച്ചറിയുന്നു. മരുഭൂമിയിൽ വസിക്കുന്ന ആളുകളോട് ജീവൻ്റെ ജനം സംസാരിച്ചാൽ ഇങ്ങനെയിരിക്കും. ഇതാണ് ദൗത്യം. ദൈവരാജ്യം ഈ ലോകത്തിൽ സ്ഥാപിതമാകണമെങ്കിൽ അതിൻ്റെ മുന്നോടിയായി ഈ പ്രവാചക ദൗത്യം നടന്നിരിക്കണമെന്നത് ദൈവത്തിൻ്റെ നിശ്ചയമാണ്. ആ ഒരു ശുശ്രൂഷ വളരെ മനോഹരമാണ്, വളരെ അനിവാര്യമാണ്, വളരെ ശ്രദ്ധേയമാണ്. എന്നാൽ അതിനെ സഹിക്കാനുള്ള സഹിഷ്ണുത പോലും മതഭ്രാന്ത് പിടിച്ചവർക്ക്, മതം കൊണ്ട് കണ്ണടഞ്ഞു പോയവർക്ക്, മതം കൊണ്ട് മണലാരണ്യത്തെ പറുദീസയാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ആളുകൾക്ക് സഹിക്കാവതല്ല. അത് നന്നേ ഞാനും തിരിച്ചറിയുന്നുണ്ട്. കേൾക്കുന്ന പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങളോട് ഒരേ ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ. നിങ്ങളെ തന്നെ പരിഗണിക്കൂ. ഞാൻ ദീർഘനാൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലായിരുന്നു, നിങ്ങൾക്കറിയാം. അവസാനത്തെ 9 വർഷം ഞാൻ കോളേജിൻ്റെ പ്രിൻസിപ്പലായിരുന്നു. എൻ്റെ മുമ്പിൽ നിന്ന് വന്ന് നിന്നുകൊണ്ട് ശിശുക്കളെ പോലെ പൊട്ടിക്കരഞ്ഞ എത്രയോ മാതാപിതാക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എത്രയോ മാതാപിതാക്കൾ. എൻ്റെ ഭവനത്തിൽ അഭയം തേടിയ ആളുകളുണ്ട്. ഞാൻ എൻ്റെ യാത്രയിൽ അനേകം ആളുകളെ കണ്ടിട്ടുണ്ട്. ആരോടെങ്കിലും 2 മിനിറ്റ് സംസാരിച്ചാൽ ആകപ്പാടെ തെളിഞ്ഞു വരുന്ന മണലാരണ്യങ്ങളാണ്. എല്ലാ വ്യക്തികളും മൂടുപടം ഇട്ടുകൊണ്ട് സഞ്ചരിക്കുന്ന മണലാരണ്യങ്ങളാണ്. അവർക്ക് പകൽ പറയാൻ വയ്യാത്ത കാര്യം രാത്രി ഉറക്കത്തിൽ അവർ വിളിച്ചു പറയുന്നുണ്ട്. അവരും കേൾക്കാതെ, ആരും കേൾക്കാതെ. എന്താണ് പറയുന്നത്? പല്ലുകടി, നാഷിങ് ഓഫ് ദ ടീത്ത്. അതാണ് ഇപ്പോഴത്തെ ഭാഷ. ഇപ്പോഴത്തെ ലോകത്തിലെ ലിങ്ക് ലാംഗ്വേജ് ഇംഗ്ലീഷുമല്ല, ഫ്രഞ്ച് ലാംഗ്വേജുമല്ല, സ്പാനിഷുമല്ല, ഹിന്ദിയുമല്ല. പല്ല് ഞെരിക്കുക എന്നുള്ളതാണ് ലോകത്തിലെ ഇപ്പോഴത്തെ ഭാഷ. നിങ്ങൾക്കറിയാമോ? പക്ഷേ ഇതിൻ്റെയൊക്കെ മുകളിൽ ഒരു മൂടുപടം പോലെ മതം നിൽക്കുന്നുണ്ട്. അത് തഴച്ച് വളരുന്നുണ്ട്. യേശു കണ്ട അത്തി വൃക്ഷം പോലെ തഴച്ച് തിമിർത്ത് വളരുന്നുണ്ട്. പക്ഷേ ഒരു കായുടെ ദീർഘപ്രത്യാശ പോലും അതിലുണ്ടാവില്ല. അത് മണലാരണ്യത്തിൻ്റെ അത്തിവൃക്ഷമാണ്. മനസ്സിലാക്കണം. ഇതിൽ നിന്ന് വ്യത്യസ്തമായി യേശു പറയുന്നു, നിങ്ങൾ എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിൽ വസിക്കാം. അങ്ങനെയെങ്കിൽ നിങ്ങൾ അധികം ഫലം കായ്ക്കും. ഈ ലോകത്തിൽ മുഴുവനും നിങ്ങൾ കാണുന്നത് ഫലശൂന്യതയാണ്. വലിയ സമ്പത്തിൻ്റെ കൊടുമുടിയുടെ അറ്റത്ത് നിന്ന് കറങ്ങുന്ന അദാനിയോടും അംബാനിയോടും ചോദിക്കണം,
വ്യക്തിപരമായ നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ചോദിക്കണം. ഭാരതത്തിലെ അല്പം തലയെടുപ്പുള്ള ഒരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഉടമ, ഞാൻ പേര് വെളിപ്പെടുത്തുന്നില്ല, എൻ്റെ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അദ്ദേഹം ഒരിക്കൽ അപ്പോയിൻമെൻ്റ് എടുത്ത് എന്നെ കാണാൻ വന്നു. അദ്ദേഹം കുറഞ്ഞ പക്ഷം ഒരു 15,000 കോടി രൂപയുടെ വ്യക്തിപരമായ സ്വത്തുള്ള വ്യക്തിയാണ്. കുറച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പൊട്ടിക്കരയാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, ഞാൻ വന്നത് എൻ്റെ മനസ്സിൻ്റെ ഭാരം ഒന്ന് ഇറക്കി വെക്കാൻ, വേറെ ആരെയും ഓർത്തിട്ട് എൻ്റെ മനസ്സിൽ വന്നില്ല. അങ്ങനെ എത്രയോ 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 ഉദാഹരണങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയും. മനുഷ്യൻ മണലാരണ്യമാണ് എന്ന അനുഭവത്തിൽ ആയിരം അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയും. എന്തുകൊണ്ട് ഞാൻ പറയേണ്ടി വരുന്നു? അത് നിങ്ങളുടെ യാഥാർത്ഥ്യമാണ് എങ്കിലും അത് തിരിച്ചറിയുവാനുള്ള ഒരവസരമോ സാവകാശമോ സ്വാതന്ത്ര്യമോ ഇന്നുവരെ നിങ്ങൾക്കില്ലാതെ പോകുന്നു. അതുകൊണ്ട് തന്നെ അപ്പോൾ ഇനി നാം എന്തു ചെയ്യണം? ഈ ഒരു ചോദ്യമാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഏറ്റവും പൊന്തി നിൽക്കുന്നത്. അത് അഗ്നി കൊണ്ടെഴുതിയ വരച്ച ചിത്രം പോലെ ഈ ചോദ്യം എന്നെ എപ്പോഴും അലട്ടുകയാണ്. ഇനി നാം എന്തു ചെയ്യണം? വാട്ട് ഷാൽ വി ഡു? ആ ഒരു ചോദ്യത്തെ മാത്രം കേന്ദ്രീകരിച്ച് ചില വീഡിയോകൾ, മേ ബി ഒരു 7, 8, 9, 10 വീഡിയോകൾ ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നുണ്ട്. നിങ്ങൾ ദയവായി ഈ അന്വേഷണ പരമ്പരയിൽ എൻ്റെ ഒരു സഹ അന്വേഷകർ എന്ന നിലയിൽ, ഈ ദൗത്യത്തിൻ്റെ തുല്യ പങ്കാളികളെന്ന നിലയിൽ ഉത്തരവാദിത്വ ബോധത്തോടെ, പ്രാർത്ഥനയോടെ, പ്രത്യാശയോടെ, ദൗത്യബോധത്തോടെ പങ്കെടുക്കും എന്ന് എനിക്ക് പൂർണ്ണ ആശ്വാസമുണ്ട്, വിശ്വാസമുണ്ട്, ധൈര്യമുണ്ട്. അതിനുവേണ്ടി മുന്നമേ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ എവരും അറിയുന്നത് പോലെ ഒരുപക്ഷെ നാം ഇതിനു മുൻപ് കണ്ടിട്ടില്ലാത്തതും അനുഭവിച്ചിട്ടില്ലാത്തതുമായ പ്രത്യേകതയുള്ള അനുഭവങ്ങൾ അനുദിനം സംഭവിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യവും അതിനോടനുബന്ധിച്ച് ക്രിസ്തീയ സമൂഹവും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വിശദാംശങ്ങൾ പ്രതിപാദിക്കുന്നില്ല. ഇനിയുള്ള നാളുകളിൽ കഴിഞ്ഞ നാളുകളെ പോലെ നമുക്ക് ഉറക്കത്തിൽ നടക്കുന്നവരെ പോലെ നടക്കുവാൻ സാധ്യമല്ല. ആന്തരികമായ ശക്തി പൂർവാധികമായി അല്ല, അത്ഭുതകരമായി തന്നെ വളർത്തിയെടുക്കേണ്ട ഒരത്യാവശ്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ശക്തി പ്രാപിക്കാത്തവൻ പോടായിപ്പോയ മരം ചെറിയ കാറ്റടിക്കുമ്പോൾ കടപുഴകി വീഴുന്നത് പോലെ അവൻ വീണ് തരിപ്പണമായി പോകും. പ്രതികൂല സാഹചര്യങ്ങളുണ്ടാകും, അത് ലോകത്തിൻ്റെ നിയമമാണ്. പക്ഷേ അതിനെപ്പറ്റി ഓർത്ത് കരയുകയോ വിറച്ച് നിൽക്കുകയോ അല്ല ചെയ്യേണ്ടത്. അതിനെ അഭിമുഖീകരിക്കാനുള്ള ആന്തരികമായ ശക്തി പ്രാപിപ്പാൻ സർവശക്തിയും ഉപയോഗിച്ച് ശ്രമിക്കുകയാണ് വേണ്ടത്. ഉണരുവീൻ, വളരുവീൻ, സജ്ജരാകുവീൻ. ജീവിതം ദൈവത്തിൻ്റെ ദാനമാണ്. അതിലാത്യന്തികമായ അധികാരം ദൈവത്തിൻ്റെ കയ്യിൽ മാത്രമാണ്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, അവൻ്റെ നീതിയിൽ വിശ്വസിപ്പീൻ. ചരിത്രത്തെ നിയന്ത്രിക്കുന്നത് കൃമികളെപ്പോലെയുള്ള രാഷ്ട്രീയക്കാരല്ല എന്ന് വിശ്വസിപ്പീൻ. ചരിത്രത്തെ നിയന്ത്രിക്കുന്ന ദൈവത്തിൻ്റെ കരമാണെന്ന് വിശ്വസിപ്പീൻ. ധൈര്യപ്പെടുവേൻ. എന്നാൽ ധൈര്യത്തിന് അർത്ഥമുണ്ടാകുവാൻ വളരുവാൻ ശ്രമിക്കുവേൻ. അതുകൊണ്ട് ഇനി നാം എന്തു ചെയ്യണം എന്ന ചിന്തയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളും.